സുഹൃത്തുക്കളെ, നമുക്കിന്ന് ടെൻസുകളെക്കുറിച്ച് പഠിക്കാം. ടെൻസുകൾ 3 വിധത്തിലാണുള്ളത്. അത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇനി നമുക്ക് ആദ്യമായിട്ട് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് നോക്കാം. പ്രസൻറ്റ് ടെൻസ് എത്ര വിധമുണ്ട്? അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിവയാണ്. ആദ്യം നമുക്ക് സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് സയൻറ്റിഫിക് ഫാക്റ്റ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് വർക്ക് ഡൺ ഓൺ ഡെയിലി ബേസിസ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രീയ വസ്തുതകൾ, സാർവത്രിക സത്യങ്ങൾ, ദൈനംദിന അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ജോലികൾ എന്നിവയെ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇനി അതിൻ്റെ അസർട്ടീവ് റൂൾ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് എസ് ഓർ എസ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇനി അടുത്തത് നെഗറ്റീവ് റൂൾ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡസ് നോട്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് എസ് ഓർ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇൻട്രോഗേറ്റീവ് റൂൾ നോക്കാം. ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദാറ്റ് ഇസ് V1 പ്ലസ് എസ് ഓർ എസ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഡസ് ഷീ റൈറ്റ് എ ലെറ്റർ. ഇൻട്രോഗേറ്റീവ്, നെഗറ്റീവ്, അസേർട്ടീവ് അതാണ് നോക്കേണ്ടത്. ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് എസ് ഓർ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഡസ് ഷീ നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇത് ഒന്ന് കാര്യമായിട്ട് തന്നെ നോക്കണം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെൻസാണ്. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി ടൈം ഓഫ് സ്പീക്കിംഗ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു പ്രവൃത്തി പ്രകടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അതിൻ്റെ അസർട്ടീവ് റൂൾ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് റൂൾ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഈസ് നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഇൻ ഇൻട്രോഗേറ്റീവ് റൂള് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ING ഒബ്ജക്റ്റ്. ഈസ് ഷീ റൈറ്റിംഗ് എ ലെറ്റർ. ഇൻട്രോഗേറ്റീവ് നെഗറ്റീവ് റൂൾ ഈസ് ആം ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഈസ് ഷീ നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഈ ടെൻസും ഒന്ന് കാര്യമായിട്ട് നോക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു പ്രവൃത്തി പ്രകടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ റൂൾസ്, അസർട്ടീവ് റൂൾസ്, നെഗറ്റീവ് റൂള്, ഇൻട്രോഗേറ്റീവ് റൂളും ഇൻട്രോഗേറ്റീവ് നെഗറ്റീവ് റൂളൊക്കെ ആദ്യം പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ടെൻസ് നമ്മൾ നോക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ്. പണ്ട്, അതായത് ഭൂതകാലത്ത് ആരംഭിച്ചതും ഇപ്പോൾ പൂർത്തിയായതുമായ ഒരു പ്രവർത്തനം കാണിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ അസേർട്ടീവ് റൂൾ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. നെഗറ്റീവ് റൂള് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഹാസ് നോട്ട് റിട്ടൺ എ ലെറ്റർ. അതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്.
ഇനി ഇൻട്രോഗേറ്റീവ് റൂള്. ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കുകയാണ്, ഹാസ് ഷീ റിട്ടൺ എ ലെറ്റർ. ഇതിൻ്റെ സെൻറ്റൻസിൽ നമുക്കറിയാലോ, ഷീ എന്നത് സബ്ജക്റ്റായും റിട്ടൺ എന്നത് വെർബായും എ ലെറ്റർ എന്നത് ഒബ്ജക്റ്റ് ആയിട്ടും വരും. ഇൻട്രോഗേറ്റീവ് നെഗറ്റീവ് റൂൾ. ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരികയാണെങ്കിൽ, ഹാസ് ഷീ നോട്ട് റിട്ടൺ എ ലെറ്റർ. ഇതും നല്ലതായിട്ട് നോക്കേണ്ട ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഭൂതകാലത്ത് ആരംഭിച്ചതും ഇപ്പോൾ പൂർത്തിയായതുമായ ഒരു പ്രവർത്തനം കാണിക്കാൻ നമ്മളിത് ഉപയോഗിക്കുന്നു, ഈ ടെൻസ്. അടുത്ത ടെൻസ് നമ്മൾ നോക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ദിസ് ടെൻസ് ഷോസ് ദ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഈ ടെൻസ് ഭൂതകാലത്തിൽ ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ പ്രവർത്തനത്തെ കാണിക്കുന്നു. അതിൻ്റെ അസേർട്ടീവ് റൂൾ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് B1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് റൂൾ വരികയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട് ബീൻ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഹാസ് നോട്ട് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇൻട്രോഗേറ്റീവ് റൂള്. ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് B1 പ്ലസ് ING. V1 is the first form of the verb plus object. Has she been writing a letter? Next, interrogative negative rule. Has or have plus subject plus not plus been B1 plus ING plus object. Has she not been writing a letter? നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, അതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ടെൻസ് ഭൂതകാലത്തിൽ ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ പ്രവർത്തനത്തെ കാണിക്കുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ദിസ് ടെൻസ് ഷോസ് ദ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. നോട്ട് ദാറ്റ് പോയിന്റ്, സ്റ്റിൽ കണ്ടിന്യൂയിങ്. സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. സിൻസ് എന്ന് പറഞ്ഞാൽ ഫോർ പീരിയഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. സിൻസ് എന്നത് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു, ഫോർ എന്നത് പീരിയഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. അടുത്ത നമുക്ക് സിമ്പിൾ പാസ്റ്റ് നോക്കാം. യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ കംപ്ലീറ്റ് ഇൻ ദ പാസ്റ്റ്. It often occurs with the adverb of time. Sometimes it is used without an adverb of time. Used for past habitat. Example, I played a football when I was a child. Subject rule എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. She wrote a letter. ഇതിൻ്റെ ഉപയോഗങ്ങളാണ് യൂസസ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഭൂതകാലത്തെ ശീലങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി സംഭവിച്ച രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, എ ഫ്യൂ മന്ത് എഗോ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഇതിൻ്റെ എക്സാമ്പിൾ അസേർട്ടീവ് റൂളും അതൊക്കെ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ഷീ റോട്ട് എ ലെറ്റർ. ഇനി അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസ്. സബ്ജക്റ്റ് പ്ലസ് ഡിഡിൻറ്റ് പ്ലസ് V1 plus object. She didn't write a letter.
ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഡിഡ് ഷീ റൈറ്റ് എ ലെറ്റർ? ഇൻ്ററോഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഡിഡ് ഷീ നോട്ട് റൈറ്റ് എ ലെറ്റർ? ഇതാണ് ഇതിൻ്റെ സിമ്പിൾ പാസ്റ്റിൻ്റെ എക്സാമ്പിളുകൾ. അതിൻ്റെ അസേർട്ടീവ് സെൻറ്റൻസിലും നെഗറ്റീവ് സെൻറ്റൻസ് അതൊക്കെ നമ്മൾ നോക്കി. ഇനി അടുത്ത നോക്കാം. അടുത്ത ടെൻസ് നമ്മൾ നോക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. യൂസ്ഡ് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ്. ഒരു സംഭവം നടക്കുകയായിരുന്നപ്പോൾ മറ്റൊരു സംഭവം നടന്നു എന്ന് സൂചിപ്പിക്കാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒരേ സമയത്ത് സംഭവിക്കുകയായിരുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷി വാസ് റീഡിങ് എ നോവൽ. വെൻ ഐ സോ ഹിം ഹി വാസ് പ്ലേയിങ് എ ചെസ്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ അസേർട്ടീവ് റൂളൊക്കെ നോക്കാം. അസേർട്ടീവും അതിൻ്റെ റൂൾസ് നെഗറ്റീവ് റൂളൊക്കെ നോക്കി നോക്കാം. ഇനി അസേർട്ടീവ് സെൻറ്റൻസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് നോട്ട് പ്ലസ് ING. നോട്ട് പ്ലസ് ING വെർബ് പ്ലസ് ING ഒബ്ജക്റ്റ്. ഷീ വാസ് നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. അതിലൊരു തെറ്റുണ്ട്. നോട്ട് പ്ലസ് കഴിഞ്ഞിട്ട് വെർബ് വേണം, V1 ഫോം വേണം. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വാസ് വേർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും വേണം. വാസ് ഷീ റൈറ്റിംഗ് എ ലെറ്റർ? ഇൻട്രോഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് വാസ് ഓർ വേർ സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കും. വാസ് ഷീ നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ? ഇതാണ് അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ റൂള് എന്ന് പറയുന്നത്, ഘടന. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ completed before a certain moment in the past, usually a long time ago. If two actions happened in the past, past perfect is used to show the action that took place earlier. The example, the patient had died before doctor came. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളാണ്. ഭൂതകാലത്തിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ അതിൽ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ ഫാസ്റ്റിലും ആയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഘടന നോക്കാം. അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ എക്സാമ്പിളാണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആയാലോ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ഹാഡ് നോട്ട് റിട്ടൺ എ ലെറ്റർ. നോട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ V1 ഫോമുണ്ട്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആകുമ്പം ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് എന്ത് ക്വസ്റ്റ്യൻ മാർക്കും. ഹാഡ് ഷീ റിട്ടൺ എ ലെറ്റർ? ഇൻട്രോഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസിൽ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഹാഡ് ഷീ നോട്ട് റിട്ടൺ എ ലെറ്റർ? ഇത് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ടെൻസാണ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി കുറച്ച് സമയം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും അതിനുശേഷം മറ്റൊരു പ്രവൃത്തി നടക്കുകയും ചെയ്താൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതിനുശേഷം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഇൻ ദ സ്കൂൾ ഫോർ 20. കണ്ടിന്യൂസ് ടെൻസിൻ്റെ അസേർട്ടീവ് സെൻറ്റൻസ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്.
She had been writing a letter. Negative sentence, subject plus had plus not been plus v1 plus ing plus object. ഇത് കുറച്ച് നോക്കണം, കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ അസർട്ടീവ് റൂൾസും അതൊക്കെ. ഷീ ഹാഡ് നോട്ട് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇനി ഇൻ്റർഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലോ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് വി വൺ പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഹാഡ് ഷീ ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇൻ്റർഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പം ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് ബീൻ പ്ലസ് ബി വൺ പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഹാഡ് ഷീ നോട്ട് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇതൊക്കെയാണ് ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ ഘടനകൾ. ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. സോ എ പീരിയഡ് ഓഫ് ടൈം ഫോളോവിങ് ദ മൊമെൻ്റ് ഓഫ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് ഈസ് കോൾഡ് ഫ്യൂച്ചർ ടെൻസ്. എക്സാമ്പിൾ, ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. അടുത്ത നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ നോക്കാം. This tense tells us about an action which has not occurred yet and will occur after saying in or in future. Rule, will or shall plus verb first form. In future tense, helping verb shall is used with I and be. Helping verb will is used with all others. When you are in make a commitment or a want someone or emphasize something, use of will or shall is reversed. Will is used with I and we and shall is used with others. ഭൂതകാലം ആണ് നമ്മൾ മുമ്പ് നോക്കിയത്. ഇനി നോക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ ഫ്യൂച്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Shall is used with an first person. Will is used with an second and third person. In generally speaking, there is hardly any difference between shall and will, and normally will is used with all. Now let us use the rule in various forms of the sentences. അതായത് അസേർട്ടീവ് സെൻറ്റൻസസിൻ്റെയും ഒക്കെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇനി സെൻറ്റൻസിൻ്റെ ഘടനകളൊന്ന് നോക്കാം. പോസിറ്റീവ് ഓർ അഫർമേറ്റീവ് സെൻറ്റൻസസ്. Subject plus will or shall plus verb first form plus objective. She will write a letter. Negative sentence. Subject plus will or shall plus not plus verb first form plus objective. She will not write a letter. Interrogative sentence ആകുമ്പം will or shall plus subject plus verb first form plus objective plus question mark. Will ഷീ റൈറ്റ് എ ലെറ്റർ. ഇൻ്റർഗേറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആകുമ്പോൾ വിൽ ഓർ ഷാൾ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോമാണ് പ്ലസ് ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. വിൽ ഷീ നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇതാണ് അതിൻ്റെ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഘടന. അടുത്ത നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ഓൺ ഗോയിങ് ഓർ കണ്ടിന്യൂഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടിംഗ് സീറ്റ്സ് ഇൻ ടെമ്പിൾ ടുമോറോ അറ്റ് 12 o'clock. അതിനർത്ഥം നാളെ 12 മണിക്ക് അവൻ സീറ്റ്സ് വിതരണം ചെയ്യുകയായിരിക്കും. അതായത് അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. ഇൻ ദിസ് എക്സാമ്പിൾ ദ ആക്ഷൻ വിൽ സ്റ്റാർട്ട് ഇൻ ദ ഫ്യൂച്ചർ. നാളെ സ്റ്റാർട്ട് ചെയ്യൂ. ആൻഡ് ആക്ഷൻ ഈസ് തോട്ട് ടു ബി കണ്ടിന്യൂ ടിൽ സം ടൈം ഇൻ ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിൽ തന്നെ കുറച്ച് നേരം അത് കണ്ടിന്യൂ ചെയ്യും. അത് ആണ് ഉദ്ദേശിക്കുന്നത്.
We use the future continuous to talk about something that will be progressed at or around a time in future. ഭാവി കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റൻസസ് നോക്കാം. പോസിറ്റീവ് ഓർ അഫർമേറ്റീവ് സെൻറ്റൻസസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം പ്ലസ് ഐ എൻ ജി ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഷീ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് സെൻറ്റൻസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് നോട്ട് പ്ലസ് ബി പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. She will not be writing a letter. Interrogative sentence will or shall plus subject plus be plus verb first form plus ing object plus question mark. Will she be writing a letter? Interrogative negative sentence will or shall plus subject plus not plus be plus വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. വിൽ ഷീ നോട്ട് ബി റൈറ്റിംഗ് എ ലെറ്റർ? ഇതാണ് ആ സെൻറ്റൻസിൻ്റെ രൂപങ്ങൾ. ഇനി അടുത്തത് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action which will happen or occur in future and will be completed by a certain time in future. We use the future perfect to say that something will be finished by a particular time in the future. Example, they will have shifted house by Sunday morning. Rule will or shall plus have plus verb third form. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിളൊക്കെ നമുക്ക് നോക്കണം. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കാര്യം പൂർത്തിയാകും എന്ന് സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഇനി കുറച്ച് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. പോസിറ്റീവ് അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ റൂള് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോമാണ് പ്ലസ് ഒബ്ജക്റ്റ്. ഷീ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. റിട്ടൺ ഈസ് എ തേർഡ് ഫോം ഓഫ് ദ വെർബ് റൈറ്റ്. നെഗറ്റീവ് സെൻറ്റൻസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് നോട്ട് ഹാവ് നോട്ട് പ്ലസ് ഹാവ് വെർബിൻ്റെ തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഷീ വിൽ നോട്ട് ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ വിൽ ഓർ ഷാൾ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. വിൽ ഷീ ഹാവ് റിട്ടൺ എ ലെറ്റർ? ഇൻ്ററോഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ വിൽ ഓർ ഷാൾ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് ഹാവ് പ്ലസ് വെർബ് ത്രീ ഫോം പ്ലസ് ഒബ്ജക്റ്റ്. വിൽ ഷീ നോട്ട് ഹാവ് റിട്ടൺ എ ലെറ്റർ? ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് ടെൻസ് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. It is used to talk about action that will commence at a fixed time in future and will continue for some time in future. If there is no time reference, then it is not a future perfect continuous tense. Without continued time reference, such a sentence are future continuous tense. Continued time reference only differentiate between future continuous tense and future perfect continuous tense. The future perfect progressive emphasizes the duration of an activity that will be in progress before another time or event in the future. ഭാവിയിലൊരു കാര്യം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. By the next September, I shall have been studying in the Talent Academy for 1 year. That is an example. അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ടൈം ടുമോറോ
I will be enjoying the cricket match in the stadium. It is also used to talk about planned action or action expected to happen. Example, they will be staying for a week. The future perfect progressive emphasizes that duration of an activity that will be in progress before another time or event in the future. Rule: will or shall plus have been plus verb first form plus ing. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം, അതിൻ്റെ വേരിയസ് ഫോംസ് നോക്കാം. പോസിറ്റീവ് അഫർമേറ്റീവ് സെൻറ്റൻസ്: സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം പ്ലസ് ഐ എൻ ജി ഒബ്ജക്റ്റ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഷീ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് സെൻറ്റൻസ്: സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് നോട്ട് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം പ്ലസ് ഐ എൻ ജി ഒബ്ജക്റ്റ്. She will not have been writing a letter. Interrogative sentence: will or shall plus subject have been verb first form plus ing plus object. Will she have been writing a letter? Interrogative negative sentence: will or shall plus subject not have been verb first form plus ing plus object. Will she not have been writing a letter? ഇതാണ് ഇതിൻ്റെ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെയൊക്കെ റൂൾസ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിന് പിന്നെ നമുക്ക് വേറെ സെൻറ്റൻസുകൾ പ്രയോഗിച്ച് നോക്കണം. ഇതിപ്പം വെറും ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ, ആ ഒരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ ഒരു കത്ത് എഴുതുക എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിച്ച് നോക്കി ഈ ടെൻസ് ഉപയോഗിച്ച് പഠിക്കേണ്ടതാണ്. അതിന് വെർബിൻ്റെ 3 ഫോമുകൾ അറിയണം. V1, V2, V3 അതൊക്കെ ആദ്യം പഠിക്കണം. എന്തായാലും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.